കർണാടകയിൽ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം കടന്നുപോകുന്ന ദേശീയപാതയിൽ വിനോദസഞ്ചാരിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ മലയാളി വിനോദസഞ്ചാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. നിരോധിത മേഖലയിൽ വാഹനം നിർത്തി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. നിഖിൽ, അത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹം രക്ഷപ്പെടുന്ന തലനാരിഴയ്ക്കാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? ഉന്മേഷ്, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കടുവാ സങ്കേതത്തിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടി മാത്രമാണ്, ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് മാത്രമാണ് അനുമതി ഉള്ളത്. വനംവകുപ്പ് പ്രത്യേകം പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ചിത്രങ്ങൾ എടുക്കുകയോ മറ്റൊരു കാര്യത്തിനും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഈ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് കാട്ടാനയെ കണ്ടപ്പോൾ അതിന്റെ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ വിനോദസഞ്ചാരിക്കാണ് കാട്ടാനയുടെ ആക്രമണം ഏൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഈ ആന പെട്ടെന്ന് പരിഭ്രാന്തനാവുകയും ഇയാൾക്ക് നേരെ, വിനോദസഞ്ചാരിക്ക് നേരെ പാഞ്ഞെടുക്കുകയുമായിരുന്നു. ആനയുടെ കാൽക്കീഴിൽ വരെ എത്തിയ ഈ വിനോദസഞ്ചാരി വളരെ അത്ഭുതകരമായാണ് രക്ഷപ്പെടുന്നത്. അവിടെയുള്ള ആളുകളെല്ലാം തന്നെ വളരെ ആശ്ചര്യത്തോടും ആശങ്കയോടും പേടിയോടും കൂടിയൊക്കെയാണ് ആ ദൃശ്യങ്ങൾ കണ്ടതും പിന്നീട് ഇയാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചതും ഒക്കെ. ദൗർഭാഗ്യകരമായ ഒരു കാര്യം, ഇയാൾ മലയാളിയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും വനവകുപ്പ് കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇയാൾക്കെതിരെ കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ ഘട്ടത്തിൽ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മൊഴി രേഖപ്പെടുത്തി ഈ വിഷയത്തിൽ കേസുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വനവകുപ്പ് അറിയിക്കുന്നത്. ഉന്മേഷ്, ശരി. നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.